കുട്ടനാടൻ തട്ടുകടയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് പെർഫെക്റ്റ് തന്തൂരി ചിക്കൻ ഉണ്ടാക്കാൻ എന്നുള്ളതാണ്. വളരെ ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. കറക്റ്റ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നിങ്ങളിത് കറക്റ്റായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ലാസ്റ്റ് വരെ ഒന്ന് ഫോളോ ചെയ്താൽ മതിയാവും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള തന്തൂരി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചിക്കൻ്റെ പീസുകൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുകൊണ്ട് ചിക്കൻ്റെ പീസുകളെല്ലാം ഇതുകൊണ്ടൊന്ന് കത്തി കൊണ്ട് വരഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ കറക്റ്റായിട്ട് ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ അത്യാവശ്യം വലിയ പീസുകളായിട്ട് തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ആദ്യമായി നമുക്കിതിന് മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി നമുക്ക് ഇതൊരു ബൗളിലെടുക്കാം. ബൗളിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് നമുക്കിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തൈര് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ഒരു 2.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമ്മുടെ ചിക്കന് നല്ലൊരു കളറൊക്കെ കൊടുക്കുന്നതാണ്. ഒത്തിരി എരിവില്ലാത്ത മുളക് പൊടിയാണിത്. ഇതോടൊപ്പം നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തന്തൂരി മസാല ആഡ് ചെയ്ത് കൊടുക്കാം. തന്തൂരി മസാല ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നമുക്കിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ തന്തൂരി മസാല ഇല്ലെങ്കിൽ കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും നമുക്ക് കൂടുതൽ ആഡ് ചെയ്താൽ മതി. നമുക്കിതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് കൂടെ നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. നിങ്ങളുടെ നാരങ്ങ ഇല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ വിനെഗർ ആഡ് ചെയ്താൽ മതിയാകും. ഇപ്പോൾ നമ്മുടെ മസാലയ്ക്ക് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലൊരു പേസ്റ്റ് പോലെ ആക്കി എടുക്കാം. ഇത് നിങ്ങൾ മിക്സ് ആക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കറക്റ്റായിട്ട് ഉപ്പൊക്കെ ഉണ്ടോ നിങ്ങൾ ഇവിടെ വെച്ച് തന്നെ ചെക്ക് ചെയ്ത് നോക്കണം. മാത്രമല്ല നിങ്ങൾക്ക് കളർ ഇച്ചിരി കൂടുതൽ വേണമെങ്കിൽ 1 ടീസ്പൂൺ കൂടെ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. നല്ല കളറൊക്കെ കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മുടെ തന്തൂരി ചിക്കന് വേണ്ടിയിട്ടുള്ള മസാല നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുകയാണ്. ഇനി നമ്മുടെ ചിക്കൻ്റെ പീസുകളിലേക്ക് നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഈ കട്ട് ചെയ്തിട്ടുള്ള എല്ലാ പോർഷൻസിലും നമ്മൾ കറക്റ്റായിട്ട് ഈ മസാല എല്ലാം നന്നായിട്ട് പുരട്ടി കൊടുക്കേണ്ടതാണ്. ഇവിടെ നമ്മൾ ഈ തന്തൂരി ചിക്കൻ ഉണ്ടാകുന്ന കറക്റ്റ് പെർഫെക്റ്റ് ടേസ്റ്റിലാണ്. കാരണം നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആ തന്തൂരി ചിക്കൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കാരണം ഒരു സ്മോക്കി ടേസ്റ്റൊക്കെ നമ്മുടെ ആ ഒരു ഇതിന് കിട്ടുന്നതാണ്. അതെല്ലാം നമ്മളിവിടെ കറക്റ്റായിട്ട് കൊടുക്കുന്നതാണ്. നമ്മൾ ഈ സ്റ്റെപ്പൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മതിയാവും. ഇപ്പം നമ്മൾ തന്തൂരി ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള മസാല എല്ലാം കറക്റ്റായിട്ട് നമ്മൾ പുരട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഏകദേശം ഒരു മണിക്കൂറെങ്കിലും നമ്മൾ മിനിമം ഇതൊന്ന് മാറിനേറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിത് ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ഇതുകൊണ്ട് ഒരു പരന്നൊരു പാത്രം വെക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ ഈ ചിക്കനൊക്കെ നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾ പാത്രം എടുക്കുമ്പോൾ ഇതുപോലെ തന്നെയുള്ള പാത്രം എടുക്കണം എന്നല്ല പറയുന്നത്. നമ്മുടെ ബേസ് നന്നായി പരന്നൊരു പാത്രമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് ഫ്രൈ ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. അതിനുവേണ്ടിയാണ് ഞാൻ അങ്ങനെ പറയുന്നത്. നിങ്ങൾക്ക് പരന്നൊരു ഫ്രൈയിങ് പാൻ ആണെങ്കിൽ അതിച്ചൂടെ ബെറ്റർ ആണെന്ന് തോന്നുന്നുണ്ട്. ഈ ഓയിലും ബട്ടറും ഒക്കെ ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമ്മുടെ പീസസ് ഒക്കെ നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ്റെ പീസസ് എല്ലാം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. ബാക്കി മസാലയെല്ലാം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് തന്നെ നമ്മൾ പുരട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ പീസസൊക്കെ ഒന്ന് തിരിച്ചിടാൻ പോവുകയാണ്. നമ്മൾ ഈ ചിക്കൻ്റെ പീസസൊക്കെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടാണ്. ഇല്ലെങ്കിൽ നമ്മുടെ ഈ മസാലയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഒരു സൈഡൊക്കെ ഏകദേശം കുക്കായി തുടങ്ങിയിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ടില്ല. ഇങ്ങനെ നമ്മൾ തിരിച്ചിട്ട് മറിച്ചിട്ട് നമ്മളിത് കുക്ക് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഈ ചിക്കൻ്റെ പീസസൊക്കെ നമ്മൾ തിരിച്ചിടുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്രത്തോളം കുക്കായിട്ടുണ്ട്, ഇനി എത്രത്തോളം കുക്കാവാനുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാകും. അതനുസരിച്ച് നമുക്കിത് തിരിച്ചു മറിച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ്റെ പീസൊക്കെ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് തന്തൂരി ചിക്കൻ്റെ ആ ഒരു ലുക്കിലേക്ക് നമുക്കിത് മാറ്റിയെടുക്കാം. നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും നമ്മുടെ ഓയിലെല്ലാം വറ്റി നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിലിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരു 10 മിനിറ്റ് നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ട് കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഓൾമോസ്റ്റ് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമുക്കിവിടെ. ഇപ്പോൾ നമ്മുടെ ചിക്കൻ്റെ പീസൊക്കെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം.
അടുത്തതായി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചിക്കൻ്റെ പീസസിനെല്ലാം ആ ഒരു സ്മോക്കി ടേസ്റ്റ് കൊടുക്കുന്നതാണ്. എന്നാലും നമ്മുടെ ഈ തന്തൂരി ചിക്കൻ കറക്റ്റ് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റിൽ നമുക്ക് കിട്ടുകയുള്ളൂ. അതിനുവേണ്ടി നമ്മളിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിൻ്റെ സെൻറ്ററിലേക്ക് നമ്മളൊരു അലൂമിനിയമോ ഒരു സ്റ്റീലിൻ്റെയോ ഇതുകൂടെ ഒരു പാത്രം വെക്കുക. ഇനി നമ്മുടെ ചിക്കൻ്റെ പീസസ് എല്ലാം നമ്മുടെ ഇതിൻ്റെ സൈഡിലേക്കെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ സ്റ്റെപ്പ് നമ്മൾ ചെയ്തേ മതിയാവുമെന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്കിത് കഴിക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ ഈ സ്മോക്കി ടേസ്റ്റ് കൊടുക്കുന്നത് നമ്മുടെ ചിക്കന് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നതാണ്. അത് പ്രത്യേകതരം ഒരു ടേസ്റ്റാണത്. ചിക്കൻ്റെ പീസസ് എല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ചാർക്കോൾ നന്നായിട്ട് കത്തിച്ചിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ചാർക്കോൾ ഒന്ന് സ്മോക്കി ആവാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഇട്ടിട്ട് കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ഈ ചാർക്കോൾ നന്നായിട്ട് സ്മോക്കി ആയിട്ട് വരും. സ്മോക്ക് വരാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഏകദേശം ഒരു 2 മിനിറ്റ് നമുക്കിത് അടച്ചു വെക്കണം. അപ്പോഴേക്കും നമ്മുടെ ചിക്കന് കറക്റ്റായിട്ട് ആ സ്മോക്കി ടേസ്റ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിത് ഓപ്പൺ ആക്കുകയാണ്. കറക്റ്റായിട്ട് നമ്മുടെ ചിക്കൻ ഇപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് തന്തൂരിയുടെ ആ ടേസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെർഫെക്റ്റ് തന്തൂരി ചിക്കൻ നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുകയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. അതായത് നമ്മൾ ഈ സ്മോക്കി ടേസ്റ്റ് ഒക്കെ കൊടുക്കുമ്പോഴേക്കും നമ്മുടെ തന്തൂരി ചിക്കൻ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നതായിരിക്കും. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമന്റിലൂടെ അറിയിക്കുക. ആദ്യമായാണ് ഞങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.